ഹേ ഗായ്സ്, എല്ലാവർക്കും അപ്പോൾ എൻ്റെ ഒരു ന്യൂ വ്ളോഗിലോട്ട് സ്വാഗതം. നിങ്ങളുടെ കുറച്ച് കാലത്തിന് ശേഷമാണ്, കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഒരു വലിയ വ്ളോഗായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഉച്ചത്തെ സ്പെഷ്യലായിട്ട് ബീഫ് ബിരിയാണി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ബീഫ് വാങ്ങി ബാക്കിയെല്ലാം പരിപാടിയിലോട്ട് അടക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് അടക്കാം. നമ്മളിപ്പോൾ ബീഫ് വാങ്ങാൻ പോണേ. ഉച്ചക്കൊന്നും ഇല്ല കേട്ടോ, ഉറങ്ങി എണീച്ചു. നല്ല ലിപ്സ്റ്റിക് ഇടണം അല്ലേ? ലിപ്സ്റ്റിക് ഇടണ്ടേ വിളിച്ചില്ലെങ്കിലും. വാങ്ങാൻ കൊങ്ങോർ പള്ളിക്ക് പോണേട്ടാ. ഗൈസ്, അപ്പൊ നമുക്കിനി ബീഫ് ഉണ്ടാക്കാട്ടോ. അപ്പൊ ആദ്യം തന്നെ സവാള ഇടാം. ഗൈസ്, ആദ്യം തന്നെ എല്ലാ സവാള ഇട്ട് കിട്ടോ. ഗൈസ്, നമുക്കിനി കുഞ്ഞ് ചീഞ്ചട്ടി ഇതിനകത്തേക്കാം. എന്നിട്ട് നമുക്ക് ബീൻസും ക്യാരറ്റും നെയ്യില് വരട്ട നമുക്ക് വയറ്റാട്ടോ. എന്ത് വയറ്റ നമുക്ക് കുറച്ച് നെയ്യ് ഇട്ടാ മതി കേട്ടാ. ഇത്രയും സാധനത്തിന് കുറച്ച് നെയ്യ് മതി. നമുക്കെന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാട്ടോ. ബീഫിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില പുതിന കരിവേപ്പില നമ്മുടെ ബിരിയാണിയിലോട്ടുള്ള വെജിറ്റബിൾസൊക്കെ സെറ്റ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് ബീഫ് സെറ്റാക്കാം. പൊടികൾ മഞ്ഞൾപ്പൊടി ഇടാം, മുളക് പൊടി ഇടാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു കേട്ടോ. ഗരം മസാല ഇട്ടു, അതും 2 ടേബിൾ സ്പൂൺ. ഗരം മസാല മാത്രം പറഞ്ഞാൽ മതി. ടേബിൾ സ്പൂൺ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു, 1.5 ടീസ്പൂൺ. ഇനി നമുക്ക് ബീഫ് ഇടാട്ടോ. നമുക്ക് മുന്തിരി ഇടാട്ടോ. നമുക്കിനി കുറച്ച് മല്ലി. നമ്മുടെ ബീഫ് അപ്പോൾ സെറ്റ് ആവണ്ടട്ടോ. ഇനി അങ്ങനെ ബീഫിന്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ ബിരിയാണി ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ബിരിയാണി ഉണ്ടാക്കണ കാണാം. പ്രത്യേകിച്ചൊന്നുമില്ല, സാധാ ഒരു നെയ്ച്ചോറ്. അയ്യോ, ബിരിയാണി അല്ല കഴിച്ച് നെയ്ച്ചോറായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ബിരിയാണിയായി രൂപാന്തരപ്പെട്ടെന്ന് വെച്ചാൽ കഷ്ണങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ നമുക്ക് ബിരിയാണി അങ്ങനെ ഒന്നുമില്ല, എന്ത് കിട്ടിയാലും നമ്മൾ തിന്നും. ഗൈസ്, ഇവിടെ ഒരുത്തി വന്ന് ബിരിയാണിക്ക് കാവലിരിക്കും. ഗൈസ്, നമ്മൾ അരിയിട്ടു കേട്ടോ. ബർക്കത്തരിയാണ് അടുത്ത്. ഗൈസ്, ബീഫ് അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നിനക്കില്ല. നമുക്കങ്ങനെ തിളച്ചോളം ഒഴിക്കാം. വേവിക്കണം. 2 വിസിൽ കെട്ടാം. അടിപൊളി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ബിരിയാണിയൊക്കെ ആയിട്ട് നമുക്ക് അടുത്തതില്ല. ഈ ഗൈസ്, അപ്പോൾ അങ്ങനെ നെയ്ച്ചോറ് സെറ്റായിട്ടുണ്ട്. പപ്പടം, അതുപോലെ തന്നെ ബീഫ് കറി. നമുക്ക് കഴിക്കാം കേട്ടോ.
അപ്പോൾ നമ്മൾ ഇപ്പോൾ രാത്രി ആയിട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു പള്ളിപ്പെരുന്നാളുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണേ കേട്ടോ. ഇനി നമുക്ക് ബാക്കി വിശേഷം അവിടെ ചെന്നിട്ട് കാണാം. വളരെ യൂട്യൂബറാണ്. Te llevamos en la cabeza y empezamos. ഹലോ, അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞു വീട്ടിലെത്തിയിട്ടോ. ഇപ്പോൾ ഒരു 10:30 ആവാറായി. അപ്പോൾ ഭയങ്കര ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. എന്തായിരുന്നു, ചോറും ബീഫും മാങ്ങാപ്പാൽക്കറിയൊക്കെ ആയിരുന്നു കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.